ആരുടെ പക്കലാണെന്നുള്ള വിവരം ഞാൻ മിണ്ടിയില്ല. നമ്മുടെ ഭാഗ്യത്തിലാണ് ഈ ഞാൻ അവരെ വഴി വെച്ച് കണ്ടത്. പാട്ടുപാടി സമ്മാനമായി കിട്ടിയ ആ സാധനം പ്രദീപ് വീട്ടിലേക്ക് തന്നെ ആയിരിക്കും കൊണ്ടുപോയിരിക്കുക, അത് ഉറപ്പാ. ആ സാധനം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി നമ്പ്യാര് കാത്തിരിക്കായിരിക്കും. എന്നാലും ഇനി അതും ചോദിച്ചോണ്ട് അങ്ങോട്ട് ചെന്നാ നമ്പ്യാർക്ക് സംശയം തോന്നുമല്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? അതിനൊക്കെ വഴിയുണ്ട്, നീ കണ്ടോ. പ്രതിഭ വെക്കാനുണ്ടോ? പഴയതും പുതിയതുമായ പ്രതിഭ വെക്കാനുണ്ടോ? പ്രതിഭ കയ്യും കാലുമില്ലാത്ത പ്രതിഭ ആൾക്കാരായി തുടങ്ങി. ചൂടാ. പ്രതിഭ വെക്കാനുണ്ടോ സാറേ? നല്ല വില തരാം. ഏതു തരം പ്രതിഭ എടുക്കും? ഇതിന് മേലോട്ടുള്ളതാണേലും മതി. കുറച്ചു ദിവസം മുമ്പായിരുന്നെങ്കിലേ ഒരെണ്ണം തരാമായിരുന്നു. അതോടെ തന്നെ കച്ചവടം തുടങ്ങിയനെ. അതുകൊണ്ട് എന്റെ അമ്മായിച്ചും പോയി. എത്ര വട്ടി കത്ത് കാണുമാവോ. അപ്പോ ഇതിലെ പടിഞ്ഞാറോട്ട് പോയാ സാറിന്റെ അമ്മായിച്ചന്റെ വീട്ടിലെത്തുവോ? ഇവിടുന്ന് പടിഞ്ഞാറോട്ട് പോയാൽ അമ്മായിച്ചന്റെ വീട്ടിലെത്തത്തില്ല, അറബിക്കടലിലെത്തും. എടോ, വടക്കോട്ട് പോയി തൃക്കുന്നപുരത്തെത്തണം. അവിടെ ചെന്ന് മേനോ സാറ് വീടാന്ന് ചോദിച്ചാൽ ആരും കാണിച്ചു. പട്ടിമേനന്റെ വീടെന്ന് ചോദിച്ചാ മതി. ഓ, പട്ടിമേനൻ. അതിരിക്കട്ടെ, തനിക്കെന്താ ഈ പ്രതിമ? അതെന്റെ ഹോബിയാ സാറേ. വീട് അലങ്കരിക്കാൻ വേണ്ടി ഞാൻ അത് മറിച്ച്